ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്താ മഴ പെയ്തിട്ട് ഞാൻ എണീറ്റ് വന്നിക്കുമ്പോൾ അടുക്കളയിൽ വെള്ളമായിരുന്നു. അതൊക്കെ ഒന്ന് ആദ്യം അടിച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് പുറത്ത് കളഞ്ഞ് വറുകളൊക്കെ നനഞ്ഞിരുന്നു. ഇപ്പം എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് അതൊക്കെ നന്നെ അടിച്ച് വാരി വെള്ളമൊക്കെ പുറത്ത് കളഞ്ഞ് അതിന് ശേഷം ഞാൻ തീ വിട്ടു. ഞാൻ ഈ ഇതേപോലെ പൂച്ചകൾ കടന്നിട്ടാണ് അടുപ്പിൽ. പൂച്ചകൾ കടന്നാൽ അങ്ങനെ ഉണ്ടാവും. 90 കോരി 400 ആക്കിയിട്ട് അതിന് ശേഷം എന്താ പാത്രം കഴുകണ്ടായിരുന്നു. പാത്രം കഴുകി. അതിന് ശേഷം എന്താ ഉണ്ടായി, കുറച്ച് കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് തൂമിച്ചിട്ടില്ല, അങ്ങനെ എണ്ണയിട്ടിട്ടൊന്ന് വറുത്തെടുത്തു. അതിന് ശേഷം എന്താ വെണ്ടയ്ക്ക കൊണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാണ്. അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് എന്താ വലിയ ഒഴിച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ആയിക്കിട്ട് അതൊന്ന് മൂപ്പായ ശേഷം നമുക്ക് വലിയ ഉള്ളി ഇടാം. ഇന്നത്തെ എൻ്റെ വീട്ടിലത്തെ ജോലികളാണ്. ഈ ദിവസം അങ്ങനെ ഉണ്ട്. എല്ലാവരും എണ്ണക്കടി ഉണ്ടാക്കിയിട്ട് ഇന്നും ദിവസം എണ്ണക്കടി ഉണ്ടാക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ദിവസം അന്നത്തെ എല്ലാ വീഡിയോസ് ഞാൻ ഇട്ടുതരാം. അതിനുശേഷം അന്ന് ഉപ്പുമാവ് ചായക്ക് ഉണ്ടാക്കിയിരിക്കണ്. റേഷൻ പിടിന്നിട്ട് അരിയാണ്. അതൊട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ കരുതിയിട്ട് ഈ ഉപ്പുമാവ് ഉണ്ടാക്കി. അതിൽ അതിനുശേഷം നമുക്ക് വെണ്ടക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഉള്ളിയും ഒക്കെ മൂത്ത ശേഷം നമുക്ക് അതിലേക്ക് വലിയ ഉള്ളി ഇടുക. വലിയ ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂപ്പാവുന്നേരം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വെണ്ടക്ക ഇടുക. അത് ഉപ്പുമാവ് ആയിക്കൊണ്ടു. ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം, ഞാൻ പറഞ്ഞുതരാം. എണ്ണ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ലേശം കടുകും കറിവേപ്പിലയും പച്ചമുളക് ഇടുക. കടുക് ഇട്ടിട്ട് തൂമിച്ചിട്ട് അതിലേക്ക് അരി ഇടുക. നിങ്ങൾക്ക് ഇത് എന്താ, ഞങ്ങൾക്ക് അറിയുന്ന പെണ്ണുങ്ങൾക്ക് എത്തുണ്ടാവില്ലേ? എന്നാലും ഞാൻ പറയുകയാണ്, ഇന്നത്തെ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളാണ്. അതിന് ശേഷം അതിലേക്ക് വെണ്ടക്കത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ട്, പച്ചമുളക് കുറച്ച് അധികം ഇട്ടിട്ട് അറിയോ, അതിലേക്ക് ചുവത്തമുളക് ഇട്ടിട്ടില്ല. ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇങ്ങനെയൊക്കെ മസാല കൂട്ടി അങ്ങ് വെച്ചിരിക്കുക. ഇതെന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ അത് എന്നിട്ട് വെണ്ടക്ക കഴിക്കിടുക. അതിനുശേഷം അതിൽ അത്യാവശ്യത്തിൽ ഉപ്പിടുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ? എങ്ങനെയൊക്കെ ഉണ്ടാക്കലെന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ എനിക്കൊന്ന് ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് വീഡിയോ എടുക്കുകയും ചെയ്യാമല്ലോ അല്ലേ? അങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ടൊക്കെ ആയിക്കോട്ടും. അതിനുശേഷം ഞാൻ എന്താട്ടി, ചീര ഉണ്ടായിരുന്നു. ചീരയും മുരിങ്ങുംപാടൊന്ന് കറി വെക്കാൻ നേരത്ത് അതിൻ്റെ അപ്പുറത്ത് അതുണ്ട്. ഇടയ്ക്ക് അതും അടുപ്പത്ത് വെക്കണം. രണ്ടടുപ്പത്തുമ്പാട് എളുപ്പമാക്കണമെങ്കിൽ 8:30 എനിക്ക് ജോലിക്ക് പോകണം. അപ്പോഴത്തെ എളുപ്പമല്ല പണിയുള്ള ചെറുപടിയൊക്കെ കഴിച്ചാൽ അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കയറിയിട്ട് അത്യാവശ്യത്തിൽ ഉപ്പ്, ഇതൊന്ന് ഇളക്കി കൊടുക്കുക.
അതിന് ശേഷം അതാ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അടി പിടിക്കുന്നതിൻ്റെ മുന്നേ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിച്ചാൽ കരിഞ്ഞ മണം വരും. അപ്പോൾ കൂട്ടാൻ രസം ഉണ്ടാവില്ല. കൂട്ടാൻ അതിനുശേഷം എന്താക്കുക, ചീരയും മുരിങ്ങും പാടൊന്ന് അരിഞ്ഞ് വെച്ച് തേക്കൽ. ഇന്നത്തെ എൻ്റെ കൂട്ടാനാണ് ഇതിങ്ങനെ. മീനൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എന്നറിയാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കഞ്ഞിരവെള്ളം വരും. അപ്പോൾ കറിയില്ലാതെ തോന്നി, രാത്രിക്കത്തുള്ള കറിയാണ്. അപ്പോൾ 2 നേരത്തും കൂടെ കറി വെച്ച് വെച്ചിട്ട് എന്താ ചീര ഉണ്ടാകുന്നതാ. ഈ ചീര നിങ്ങൾക്ക് ചീര കാണിച്ചെന്തിനാന്ന് പറയണ്ട വെച്ചിട്ട് ചീരും പാടെ ഒന്ന് കാണിച്ചത് നേരത്തെ അത്. അതിനുശേഷം എന്താ, ഇന്നിപ്പോൾ മദ്രസ വർക്കല്ലേ, കുട്ടീനെ മദ്രസ കൈ കൊടുക്കാണ്. ഓനിപ്പോൾ ഇന്ന് 2ാം ക്ലാസ്സിലേക്കാണ്. അങ്ങനെ അവൻ പോയി. അതായത് ഉപ്പുമാവ് ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് അത് ചട്ടി എടുപ്പ് എത്തിച്ചു. കടുകിട്ട് നിങ്ങൾക്ക് എന്താ ഇതൊക്കെ എനിക്ക് സിമ്പിളാണ്. പക്ഷെ ഇന്നത്തെ എൻ്റെ ജോലി ഞാൻ കാണിച്ചത് പച്ചമുളക്, കറിവേപ്പില, അരിട്ടു. അങ്ങനെ എനിക്ക് വെള്ളം ഒഴിച്ച് അങ്ങനെ ഇതാ മുളക് അതിലേക്ക് ലേശം ഉപ്പിട്ട് വെണ്ടക്ക ഉമ്മ നന്നാക്കണ ഉമ്മ കാണിച്ചു തരാം. ഉമ്മയാണ് എനിക്ക് നോക്കി തരുന്നത്. നോക്കണേ, എൻ്റെ ഉമ്മ കണ്ടിട്ടില്ല വീഡിയോ എടുക്കുന്നത്. ഉമ്മയെ നോക്കി തരും. ഉമ്മക്ക് അടുക്കളയ്ക്ക് വരാൻ വയ്യാത്തതുകൊണ്ട് ഉമ്മേനെ നോക്കി തരുന്നത്. പിന്നെ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.